ഈ കുഴപ്പങ്ങൾ ഇത്രയും ഉണ്ടാക്കി വെച്ചത് ആരാ? ആരാ? നിങ്ങൾ തന്നെ പറയൂ, ആരാ? ഏത് കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? കത്തിയോ വല്ലതും? ദേ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഉദ്ഘാടനത്തിന് പ്രാർത്ഥന നടത്തി. ആരാ പ്രാർത്ഥന നടത്തിയത്? വല്ലതും മനസ്സിലായോ നിങ്ങൾക്ക്? ഇസ്ലാം പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പ്രാർത്ഥന നടത്തി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ. വലിയ വിവാദമായി കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അവരുടെ കുറ്റമല്ലല്ലോ. എന്നെ ഇപ്പോൾ ഒരു ചടങ്ങിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ഷണം കിട്ടിയിട്ടാണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ എന്നെ കുറ്റം പറയുന്നത് ശരിയല്ല. പക്ഷേ ആ ഒരു വിളിച്ച ആളുകളുണ്ടല്ലോ, അവർ വിളിച്ചതിലും ഒരു തെറ്റുമില്ല. പക്ഷേ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു സ്ഥാപനം, ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടത്തുമ്പോൾ അവിടെ ദേശഭക്തി ഗാനങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ പതാക ഉയർത്തുന്നതിൻ്റെന്നായാലും അല്ലാതെയുള്ള കാര്യത്തിനായാലും നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ദേശഭക്തി ഗാനം ചൊല്ലും, അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന ചൊല്ലും. അല്ലാണ്ട് പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രാർത്ഥനകളൊന്നും ഉണ്ടാവില്ല, എങ്ങും ഞാൻ കേട്ടിട്ടുമില്ല. അതാണിപ്പോൾ ഇവിടെ വൈറലായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ ഷോക്കിംഗ് ആയിട്ടുള്ള ചില രംഗങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ട് നിങ്ങളാരും ഷോക്കാവരുത്. എന്തായാലും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ലെന്ത് വീഡിയോ ആക്കിയിട്ട് എൻ്റെ ചാനലിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് വന്നൊന്ന് ടച്ച് ചെയ്താലുണ്ടല്ലോ, നിങ്ങൾക്കിതിൻ്റെ ലെന്ത് വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. ആ ലെന്ത് വീഡിയോയ്ക്കകത്തുണ്ടല്ലോ നടന്ന എല്ലാ സംഭവങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ഉണ്ട് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നേരെ പോയി ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ലെന്ത് വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. പിന്നീട് മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറക്കണ്ട, ഷോർട്ട് വീഡിയോയുടെ താഴെ റിലേറ്റഡ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.